മൂന്നാമത്തെ ചോദ്യം ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 if x less than 2, 4 if x equal to 2, 2x minus 1 if x greater than 2. ഈ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഈ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് എക്സ് ഇക്വൽ ടു 2 ആണ്. അപ്പം അങ്ങനെയെങ്കിൽ എക്സ് ഇക്വൽ ടു 2വിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ് നമ്മളിവിടെ മെയിനായിട്ടും നോക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് എക്സ് ഇക്വൽ ടു എയിൽ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാനുള്ള ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നു. എക്സ് ഇക്വൽ ടു എയിൽ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാനുള്ള ഫോർമുല ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എഫ് ഓഫ് എ. ഇവിടെ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് 2 എന്ന പോയിന്റ് ആയതുകൊണ്ട് നമുക്കിവിടെ 2വിലെ കണ്ടിന്യൂറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ എ എന്നത് മാറ്റിയിട്ട് അവിടെ 2 എന്നാക്കി മാറ്റുന്നു. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എഫ് ഓഫ് 2 ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ 3 വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്, എക്സിൻ്റെ വില 2വിലേക്ക് എടുക്കുന്നു, 2വിലും കുറഞ്ഞു നിന്നിട്ട് കൂടി 2വിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എക്സിൻ്റെ വില 2വിൽ കുറവാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 1 എന്നതാണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 1. ഈ ലിമിറ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 1 അതായത് 4 മൈനസ് 1 3 എന്ന് നമുക്ക് കിട്ടുന്നു. ഇതുപോലെ തന്നെ നമ്മൾ റൈറ്റ് ലിമിറ്റ് കാണുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സിൻ്റെ വില 2വിലേക്ക് എടുക്കുന്നു, 2വിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന്, അതായത് 2വിലും കൂടി നിന്നിട്ട് കുറഞ്ഞെടുക്കുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ നമുക്ക് ഇമേജ് തരുന്ന ഫംഗ്ഷൻ 2x മൈനസ് 1 എന്ന ഭാഗമാണ്. അത് നമ്മൾ അവിടെ എഴുതുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x മൈനസ് 1. ഇവിടെ ഈ ലിമിറ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 2 മൈനസ് 1 അതായത് 4 മൈനസ് 1 3 എന്ന് നമുക്ക് കിട്ടുന്നു. ഇനി നമ്മൾ മൂന്നാമതായിട്ട് എഫ് ഓഫ് 2 എന്ന വാല്യൂ കണ്ടുപിടിക്കുന്നു. എഫ് ഓഫ് 2 ഇക്വൽ ടു 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വില ചോദ്യത്തിൽ കൃത്യമായിട്ട് എടുത്തു തന്നിട്ടുണ്ട്, ആ വാല്യൂ 4 ആണെന്ന്. അപ്പോൾ നമുക്ക് നേരിട്ട് അത് എഴുതാവുന്നതേ ഉള്ളൂ. എഫ് ഓഫ് 2 ഇക്വൽ ടു 4. ഇവിടെ നമ്മൾ കാണുന്നത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്. പക്ഷേ എഫ് ഓഫ് 2 എന്ന് പറയുന്ന വാല്യൂ ഇതിനോട് ഈക്വൽ അല്ല. അതുകൊണ്ട് 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അതാണ് നമ്മുടെ ആൻസർ. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്, ബട്ട് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 2. 3 വാല്യൂസും ഈക്വൽ അല്ല. അതുകൊണ്ട് therefore എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഇതാണ് നമ്മുടെ ആൻസർ.